അലങ്കരിക്കാൻ കേരളത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ള കോളേജ് ക്യാമ്പസുകൾ അക്കാഫ് ഓൾ കേരള കോളേജ് അലുമിനി അക്കാഫ് ഈവൻസ് ദുബായ് എത്തിസലാത്ത് അക്കാഡമിയിൽ നവംബർ 9 ഒരിക്കൽ കൂടി ആ കോളേജ് കുമാരന്മാരെയും കോളേജ് കുമാരികളെയും സകുടുംബ സാന്നിധ്യം അവിടേക്ക് ക്ഷണിക്കുകയാണ്. അവിടെ എന്ത് വിശേഷമാണ് കാണാനുള്ളതെന്ന് നമുക്ക് നമ്മുടെ അക്കാഫ് ഈവന്റിന്റെ അമരക്കാരോട് ചോദിക്കാം. അവർ T24/7 ഇപ്പൊ നമുക്കൊപ്പം ഉള്ളത് അക്കാഫ് ഈവന്റ്സിന്റെ പ്രസിഡന്റ് സർ ചാൾസ് പോൾ ആണ്. നമസ്കാരം സർ. ഓൾ കേരള കോളേജസ് അലുമിനി ഫോറം അക്കാഫ് ഇവൻറ്റ്സ് ഈ വരുന്ന നവംബർ 9 ഞായറാഴ്ച എറ്റിസലാറ്റ് അക്കാഡമിയിലേക്ക് വരുന്നവർ ഫീൽ ചെയ്യുന്നത് അവിടെ അവരൊരു ക്യാമ്പസിലേക്ക് കടന്നു വരുന്ന ഒരു പ്രതീതിയായിരിക്കും ഞങ്ങളോട് സൃഷ്ടിക്കുന്നത്. എറ്റിസലാറ്റ് അക്കാഡമി ഞങ്ങളൊരു കോളേജ് ക്യാമ്പസായിട്ട് മാറ്റുകയാണ്. കഴിഞ്ഞ വർഷം ഹയർ കോളേജ് ഓഫ് ടെക്നോളജിയിൽ ഞങ്ങൾ തുടങ്ങി വെച്ച ഒരു കോളേജ് റിക്രിയേഷൻ എന്ന് പറയുന്ന ഒരു ഇത് ഞങ്ങൾ ഈ വർഷം അതായത് പൂർണ്ണതയിലേക്ക് എത്തിക്കുകയാണ്. എല്ലാ തരത്തിലുമുള്ള ഒരു കോളേജ് ക്യാമ്പസ് അവിടെ ഞങ്ങൾ റിക്രിയേറ്റ് ചെയ്യുകയാണ്. നമ്മളുടെ ഒരു വലിയ ടീം അതിനുവേണ്ടി പ്രവർത്തിക്കുകയാണ്. കോളേജിൽ അതിൽ കലാലയത്തിൽ പഠിച്ച ആർക്കും അതൊരു വലിയ ഓർമ്മയാവും, അതിന് യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ വർഷം അത് കണ്ട ഓരോ വ്യക്തിയും കോളേജ് അവർക്ക് ആ ഒരു വലിയ ഒരു മെമ്മറി ആയിരുന്നു. കോളേജിൽ അവർക്ക് മിസ്സായി പോയ പല കാര്യങ്ങളും നമ്മളവിടെ റിക്രിയേറ്റ് ചെയ്തിരുന്നു. ഈ വർഷം അതിനേക്കാളൊക്കെ ഒരു പടി മുന്നിലാണ്. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. കോളേജ് കലാലയത്തിൽ പഠിച്ച ഏതൊരു വ്യക്തിക്കും ഏതൊരു കുട്ടി അവിടെ പഠിച്ചവർക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് അത് വരാതിരുന്നാൽ തന്നെ അവർക്ക് തീർച്ചയായിട്ടും ഒരു വലിയ നഷ്ടമായിരിക്കും. അതുപോലെ തന്നെ ഏറെ പ്രോഗ്രാമുകൾ അവിടെ ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമാവാനായിട്ട് നവംബർ 9 UAE പൂർവ്വ വിദ്യാർത്ഥി ഞങ്ങളുടെ തന്നെ ഏതാണ്ട് 150 പരം കോളേജ് അലുമിനികളുണ്ട്. അവരുടെ മെമ്പേഴ്സ് മാത്രമല്ല ബാക്കി UAE ഏത് കോളേജിൽ പഠിച്ച ആളുകൾക്കും അവിടെ വന്ന് അവർക്ക് ഈ കലാലയ അനുഭവം കോളേജ് ക്യാമ്പസുകളിൽ നഷ്ടപ്പെട്ടത് എന്തൊക്കെയോ ഒന്നുകൂടെ കൂട്ടി ഒരുക്കാൻ വേണ്ടി ആ ഒരു ആശയം തന്നെ നമുക്കിടയിലേക്ക് കൊണ്ടുവന്ന നമ്മുടെ അക്കാഫ് ഈവന്റിന്റെ അമരക്കാരനായ ജനറൽ സെക്രട്ടറി VS ബിജുകുമാർ സാറിനോടാണ് അടുത്ത നമ്മൾ വിശേഷങ്ങൾ അന്വേഷിക്കുന്നത്. നമസ്കാരം. ഇത് നമ്മളെല്ലാം കോളേജ് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്ന് നമ്മുടെ ജോലിയിൽ ഏർപ്പെടുകയും ഈ ഓരോ വർഷങ്ങൾ നമ്മൾ ഒരുപാട് പരിപാടി വെക്കാറുണ്ട്. പക്ഷേ കലാലയ അന്തരീക്ഷത്തിൽ തന്നെ നമ്മൾ നമ്മുടെ ഈ ഓണമായാലും കഴിഞ്ഞ പ്രാവശ്യം ഓണമായാലും ഇത്തവണ ക്യാമ്പസ് ബീച്ച് എന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം കലാലയ അന്തരീക്ഷത്തിൽ നമ്മൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ എത്തിസലാത്തിൽ ഒരുക്കുന്ന ഈ വേദിയിൽ ഏകദേശം 6-7 കോളേജ് കവാടങ്ങൾ കടന്നാണ് നമ്മൾ ഈ ഉത്സവ നഗരിയിലോട്ട് എത്തുന്നത്. അവിടെ ആദ്യം തന്നെ നമുക്ക് വരവേൽക്കാനായിട്ട് 500-ൽ പരം ചെണ്ടമേളം നമ്മളവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. അത് ഓരോ കോളേജുകളുടെ ഭാഗമായിട്ടുള്ള ഘോഷയാത്രയും അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പം ഈ കലാലയ അന്തരീക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഴയ തോരണങ്ങളും അതായത് ഈ ഇലക്ഷൻ സമയത്ത് ഉണ്ടായിരിക്കുന്ന തോരണങ്ങളും നവാഗതർക്ക് സ്വാഗതം എന്നൊക്കെ നമ്മൾ കോളേജിലോട്ട് കയറുമ്പം കാണുന്ന ആ ബോർഡുകൾ ഉൾപ്പെടെ അതുപോലെ തന്നെ പഴയ പല പാർട്ടി SFI, KSU, ABVP, ASF, MSF അങ്ങനെയെല്ലാം പല പാർട്ടിയുടെ കൊടികളും തോരണങ്ങളും അതുപോലെ തന്നെ അവരുടെ ഇംഗില വിളിയും ഇലക്ഷൻ്റെ ക്യാമ്പയിനും ഒക്കെ സജ്ജീകരിച്ചിട്ടാണ് നമ്മുടെ ഈ കലാലയ മൊത്തത്തിൽ ആ സ്റ്റേഡിയം മുഴുക്കെ സജ്ജീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമ്മൾ പലരും വന്നിട്ട് ഞങ്ങൾ പഠിച്ച കോളേജ് ഇങ്ങനെയാണെന്ന് പുതിയ തലമുറയ്ക്ക് ഒന്ന് പരിചയപ്പെടുത്താനായിട്ട് അവർ വീട്ടിൽ പോയിട്ട് അവരുടെ കുട്ടികളെ ഉൾപ്പെടെ തിരിച്ച് ആ നഗരിയിൽ കൊണ്ടുവന്ന് കാണിക്കുകയുണ്ടായി. അപ്പോൾ ആ ഒരു തോട്ട് കുറച്ചുകൂടെ വിപുലമാക്കിയിട്ടാണ് ഇത്തവണത്തെ കുറേ സർപ്രൈസ് ഉണ്ട്. അതെല്ലാം വരും സമയത്ത് കാണാം. അതുപോലെ തന്നെ നമ്മൾ വലിയ ഒരു താരനിര തന്നെ ഇതിനകത്ത് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് വെച്ചിട്ടുണ്ട്. നരേഷ് അയ്യരുടെ വലിയൊരു ബാൻഡ് വരുന്നുണ്ട് നാട്ടിൽ നിന്ന്. അതുപോലെ തന്നെ ഗംഗ എന്ന് പറഞ്ഞിട്ട് ഒരു കൊച്ചുകുട്ടി വയലിനിസ്റ്റാണ്, വളരെ ഹിറ്റായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ്. അവരുടെ ഒരു ഗിന്നസ് റെക്കോർഡ് ഹോൾഡറാണ്. അവിടെ ഒരു പ്രകടനം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഡാൻസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ അനൂപ് മേനോനാണ് നമ്മുടെ ചീഫ് ഗസ്റ്റായിട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഇത് കോളേജ് ആൾക്കാർ നടത്തുന്നതുകൊണ്ട് ഒരു അധ്യാപകനെ കൂടെ ആദരിക്കുന്നുണ്ട്. അദ്ദേഹം അലിയാർ സാറാണ്. അദ്ദേഹത്തിൻ്റെ അതായത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പല കോളേജ് പ്രമുഖ കോളേജ് പഠിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്.
ഒത്തിരി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. വലിയൊരു കലാകാരനാണ്, നാടക കലാകാരനാണ്. അപ്പോൾ അദ്ദേഹത്തെ ഇത്തവണ നമ്മൾ ആദരിക്കുന്നുണ്ട്. ഒരു ഗുരുവന്ദനം എന്നുള്ള ഒരു പേരിട്ടിട്ടാണ് ആ പ്രോഗ്രാം ചെയ്യുന്നത്. അങ്ങനെ നിരവധി പരിപാടികൾ ഇതിനൊപ്പം സജ്ജീകരിച്ചിട്ടുണ്ട്. ഇത് കാണാതെ പോയി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര നഷ്ടമായിരിക്കും. കാരണം നമ്മളൊക്കെ ആ കോളേജ് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അതേ സാധനങ്ങളായിരിക്കും ഈ എത്തിസലാത്ത് ക്ലബിൽ നേരത്തെ വന്നിട്ടുള്ളവർ ഇത് അവിടെയാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലായിരിക്കും നമ്മൾ കോളേജ് ഫുള്ളായിട്ട് അതിനകത്ത് സജ്ജീകരിച്ചത്. 27 വർഷങ്ങൾക്ക് മുൻപ് അക്കാഫ് എന്നൊരു ആശയത്തെ UAE-യിൽ ആവിഷ്കരിച്ച UAE മലയാളികൾക്കിടയിൽ എന്നല്ല UAE-ലെ ഒട്ടുമിക്ക ജനങ്ങൾക്കിടയിലും പ്രമുഖമായ ഒരു വ്യക്തിത്വം, നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന ഒരു വ്യക്തിത്വം. അദ്ദേഹം ഖലീജ് ടൈംസിൻ്റെ മാനേജിംഗ് എഡിറ്റർ കൂടിയാണ്. നമുക്ക് പരിചയപ്പെടാം അക്കാഫിൻ്റെ മുഖ്യ രക്ഷാധികാരിയായ സർ ഐസക് ജോൺ പട്ടാണിപ്പറമ്പിൽ. ഇത് നമ്മുടെ കലാലയ ജീവിതത്തിൻ്റെ ഒരു പുനരാവിഷ്കരണമാണ് അക്കാഫിൻ്റെ എല്ലാ വർഷമുള്ള ഓണം. 27 വർഷത്തിന് മുമ്പ് അക്കാഫ് ഉദയം കൊള്ളുമ്പോൾ, അല്ലെങ്കിൽ അത് ജന്മം കൊള്ളുമ്പോൾ 3-4 കോളേജുകളുടെ കലാലയങ്ങളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടായ സംരംഭമായിട്ട് തുടങ്ങിയത് ഇന്നിപ്പം 150-ൽ പരം കോളേജുകൾ, കൃത്യമായി പറയുകയാണെങ്കിൽ 160 ചില ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, കോളേജുകളുടെ വിദ്യാർത്ഥികളുടെ സംയുക്തമായിട്ടുള്ള ഒരു ആഘോഷമാണ്. ഇന്ന് കേരളത്തിലെ കലാലയത്തിൽ നിന്നും വന്നിട്ടുള്ള എത്രയോ ആൾക്കാർ ഇവിടെ UAE ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം അവരുടെ കണക്കെടുത്തു കഴിഞ്ഞാൽ 1 ലക്ഷത്തിൽ പരം വരും. അക്കാഫ് എന്ന് പറഞ്ഞ ആ ഒരു കൺസെപ്റ്റ് തന്നെ തുടങ്ങിയതാണ്. അവരെ സിംബോളിക്കായിട്ട്, പ്രതീകാത്മകമായിട്ട് ഈ എല്ലാ കേരളത്തിലെ കോളേജുകളിൽ പഠിച്ച എല്ലാ വിദ്യാർത്ഥികളെയും ഞങ്ങൾ പ്രതീകാത്മകമായിട്ട് അവരുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ഒരു ആപെക്സ് ബോഡിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അക്കാഫ് ഇവൻറ്റ്സ് ഇപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് വളരെ ഗംഭീരമായ ഓണാഘോഷങ്ങൾ, പ്രത്യേകിച്ച് ക്യാമ്പസ് ജീവിതത്തിൻ്റെ ഓർമ്മകൾ, ആ മധുരസ്മരണകളുടെ മായാജാല വാതിലുകൾ തുറക്കുന്ന ഒരു അന്തരീക്ഷം അവിടെ സൃഷ്ടിച്ചിട്ടുണ്ട്. നേരത്തെ ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞ പോലെ നമ്മുടെ ക്യാമ്പസിലേക്ക് കടന്നു എത്തുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് പ്രീ ഡിഗ്രിക്ക് ഫസ്റ്റ് പ്രീ ഡിഗ്രിക്ക് അന്ന് ഞങ്ങളൊക്കെ പഠിക്കുന്ന PDC ആയിരുന്നു. ഫസ്റ്റ് PDC കലാലയ അന്തരീക്ഷത്തിലേക്ക് കയറുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭൂതി ഇവിടെയും ഞങ്ങളത് ആവിഷ്കരിക്കുവാനായിട്ടുള്ള ശ്രമമാണ്. അത് കഴിഞ്ഞ വർഷം ഗംഭീരമായിട്ട് നടന്നു, ഈ വർഷം അതിലും ഗംഭീരമായിട്ട് നടക്കും. അത് വളരെ ഒരു ആഘോഷത്തിൻ്റെ ഒരു ഘോഷയാത്രയായിരിക്കും നവംബർ 9-ന് നമ്മൾ വിറ്റ്നസ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ കലാലയ ജീവിതത്തിൻ്റെ മധുരസ്മരണകൾ നമുക്ക് വീണ്ടും അയവിറക്കുവാനും അത് ആവിഷ്കരിക്കുവാനും നമുക്ക് സാധിക്കും. എല്ലാവരെയും ഹാർദവമായിട്ട് നവംബർ 9-ലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അക്കാഫിൻ്റെ ചരിത്രത്തിൽ അദ്ദേഹം ഇനി ഇരിക്കാത്ത പൊസിഷനൊന്നും ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. സെക്രട്ടറിയായും പ്രസിഡന്റായും ട്രഷററായും ഇപ്പോൾ ചെയർമാനായുമുള്ള നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട UAE മലയാളികൾക്കെല്ലാം വളരെ പ്രിയപ്പെട്ട നമ്മുടെ ഷാഹുൽ ഹമീദിക്കയാണ്. അപ്പോൾ ഷാഹുൽ ഹമീദിക്കയോട് നമുക്ക് നമ്മുടെ അക്കാഫിൻ്റെ ഈ ഒരു ഇവന്റിനെ കുറിച്ച് ചോദിക്കാം. എല്ലാവർക്കും നവംബർ 9-ാം തീയതി ഇത്തിസ്ലാത്തിൽ നടക്കുന്ന കലാലയ ക്യാമ്പസ് ഓണത്തിലേക്ക് ആദ്യം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. 1998-ലായിരുന്നു ആദ്യമായിട്ട് അക്കാഫിൻ്റെ ഒരു കലാപരിപാടിയോടുകൂടിയുള്ള നമ്മുടെ കേരളത്തിലെ അതുപോലെ ഇന്ത്യയിലെയും ഗൾഫിലെയും ഏറ്റവും പ്രമുഖനായ ശ്രീ യൂസഫ് അലി സാഹിബായിരുന്നു അന്ന് മുഖ്യ അതിഥിയായിട്ട് 1998-ലെ അക്കാഫിൻ്റെ ആദ്യത്തെ ഈ പരിപാടിയിൽ പങ്കെടുത്തത്. ഇന്നിപ്പോൾ 27 വർഷങ്ങൾ അത് കഴിഞ്ഞിരിക്കുകയാണ്. കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെയുള്ള കോളേജുകളെ പ്രതിനിധീകരിച്ചിട്ടുള്ള ഈ ആൾ കേരള കോളേജ് അലുമിനി ഫോറത്തിൻ്റെ പഴയ കലാലയത്തിൻ്റെ ആ ആവിഷ്കരണത്തോടു കൂടി നമ്മുടെ പണ്ട് പഠിച്ചിട്ടുള്ള ആ എല്ലാ കൂട്ടായ്മ ഇന്നും നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ക്യാമ്പസ് ഓണമാണ്. അതിൻ്റെ ആവിഷ്കരണമാണ് നവംബർ 9-ാം തീയതി ഇത്തിസലാത്ത് അക്കാഡമിയിൽ നടക്കാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം, ഇത്തിസലാത്ത് അക്കാഡമിയിലെ കുറഞ്ഞത് ഒരു 15,000 ആൾക്കാരെങ്കിലും പങ്കെടുക്കുന്ന ഒരു മാമാങ്കമാണ്. അതിലേക്ക് എല്ലാ ആൾക്കാരെയും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി ഒരു ആരവത്തോടെ ഇവരെല്ലാവരും ഏറ്റുപറയുന്നൊരു പേരാണ് ട്രഷറർ ജൂഡിൻ. എല്ലാവർക്കും നമസ്കാരം. അക്കാഫിൻ്റെ ക്യാമ്പസ് ബീറ്റ്സ് 2025 നവംബർ 9-ാം തീയതി ഇത്തിസലാത്ത് അക്കാഡമിയിൽ വെച്ച് നടത്തുകയാണ്. ഞാൻ ജൂഡിൻ ഫെർണാണ്ടസ്,
ട്രിവാൻഡ്രം സെൻറ്റ് സേവിയേഴ്സ് കോളേജ് അലുമിനി മെമ്പറാണ്. നിങ്ങൾക്കെല്ലാം അറിയാം, മെയ് മാസപ്പുലരി പോലുള്ള സിനിമകളിൽ സെൻറ്റ് സേവിയേഴ്സിൻ്റെ ഭംഗി തന്നെ അതിൽ വളരെ ഭംഗിയോടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നോസ്റ്റാൾജിക് അവസരങ്ങൾ കാണാനും ക്യാമ്പസിൻ്റെ ആയിട്ടുള്ള ക്യാമ്പസ് ക്യാൻറ്റീൻ, അതിലെ രാഷ്ട്രീയം, അതിലെ അടി, പിണക്കം, പ്രേമം, പിരിഞ്ഞുപോക്കൽ, നമ്മുടെ പറഞ്ഞാൽ സോഷ്യൽ എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ വീണ്ടും റീക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് അക്കാഫ് നവംബർ 9 എത്തിസലാത്ത് അക്കാഡമിയിൽ. ഈ അവസരത്തിൽ ഈ UAE-യിലുള്ള എല്ലാ മലയാളി കുടുംബാംഗങ്ങളെയും സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി നമ്മുടെ അക്കാഫിന്റെ കൾച്ചറൽ കോർഡിനേറ്ററും 2025 അതായത് നമുക്ക് നടക്കാൻ പോകുന്ന നവംബർ 9 നടക്കാൻ പോകുന്ന ഈവെന്റിന്റെ ഡയറക്ടറുമായ VC മനോജ് സാറിലേക്കാണ്. സാർ, എന്താണ് നമ്മുടെ ഈ ഒരു ഈവെന്റിനെ കുറിച്ച് പറയാനുള്ളത്? നമസ്കാരം. അക്കാഫ് ക്യാമ്പസ് ബീറ്റ്സ് എന്ന പേര് അന്വർത്ഥമാക്കുന്ന ക്യാമ്പസിൻ്റെ തുടിപ്പുകളും വിചാരവികാരങ്ങളും പുനരാവിഷ്കരിക്കുന്ന ഒരു പ്രോഗ്രാമായിരിക്കും നവംബർ 9 എറ്റിസ്ലാറ്റ് അക്കാദമിയിൽ അരങ്ങേറുക. അതിന് സാക്ഷ്യം വഹിക്കുവാൻ ഓരോരുത്തരെയും കുടുംബസമേതം സഹർഷം സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. കോളേജ് ക്യാമ്പസുകളിൽ കണ്ട ആ ഒരു ചുറുചുറുക്കോടെ ഇന്നും അക്കാഫിന്റെ സെക്രട്ടറിയായി കടത്തനാടിന്റെ മുത്തായ നമ്മുടെ KV മനോജ് സർ. നാമൊക്കെ ഒരിക്കൽ കൂടി തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെയൊക്കെ കലാലയ ജീവിതം. ആ കലാലയ ജീവിതം പ്രവാസികൾക്ക് വേണ്ടി, പ്രത്യേകിച്ചും നമ്മുടെ അക്കാഫ് ഇവൻസിലെ മെമ്പർമാർക്ക് വേണ്ടി ഞങ്ങളിവിടെ റീക്രിയേറ്റ് ചെയ്യുകയാണ്. ഹൃദയമിടിപ്പ് പോലെ കലാലയ ജീവിതം എന്നും ഓർമ്മകൾ സൂക്ഷിക്കുന്നതാണ്. ആ ഒരു ഹൃദയമിടിപ്പ് തന്നെയാണ് ഞങ്ങൾ ഈ പ്രാവശ്യം ഇട്ടിരിക്കുന്ന പേരും അക്കാഫ് ക്യാമ്പസ് ബീറ്റ്സ് 2025. കേരളത്തിൽ നിന്നുള്ള പ്രമുഖരായ പല വ്യക്തികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നവംബർ 9 ദുബായ് എറ്റിസലാറ്റ് അക്കാദമിയിൽ ഈ ഒരു മഹാമാമാങ്കം നടക്കുകയാണ്. മറ്റ് ഏത് സംഘടനകളെ പോലെയും ഞങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുന്നത് സംഘടനാ പാടവം കൊണ്ട് എന്നും മുന്നിൽ നിൽക്കുന്നത് ഞങ്ങളുടെ ലീഡർഷിപ്പാണ്. അത്തരം ലീഡർഷിപ്പിൻ്റെ ദീർഘവീക്ഷണത്തിൽ ഒരുപാട് മഹത്തരമായ പരിപാടികൾ ഈ പ്രവാസ ലോകത്ത് നാം കാഴ്ചവെച്ചിട്ടുണ്ട്. അതിൽ നിന്നും ഏറ്റവും മികച്ചതായിരിക്കും ഈ ക്യാമ്പസ് റീക്രിയേഷൻ എന്ന ഒരു ആശയത്തിലൂടെ ഞങ്ങളുടെ അവതരിപ്പിക്കുന്നത്. ക്യാമ്പസ് റീക്രിയേഷൻ്റെ 2ാം പതിപ്പാണ് നവംബർ 9 എറ്റിസലാറ്റ് അക്കാദമിയിൽ കാണാൻ പോകുന്നത്. നിങ്ങളേവരെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ ആ മഹാവേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അക്കാഫിന്റെ ഡയറക്ടറും വൈസ് പ്രസിഡന്റുമായ ശ്യാം. എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ അക്കാഫ് ക്യാമ്പസ് ബീറ്റ്സ് എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് പറ്റിയിട്ടാണ്. സിൽവർ ജൂബിലി ആഘോഷിച്ച അക്കാഫ് ഇനി അടുത്ത് എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചിരിക്കുമ്പോൾ നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞു, നമുക്ക് അടുത്ത വർഷം ഒരു ഗുരു വന്ദനം എന്നൊരു പ്രോഗ്രാം ചെയ്യാമെന്ന്. അങ്ങനെ ഞാനും സെക്രട്ടറി ബിജു കുമാറുമായിട്ട് ഞങ്ങളുടെ കോളേജിൽ പോവാണ്, MG കോളേജ്. അവിടെ ചെല്ലുമ്പോൾ എപ്പോഴും ഉണ്ടാകുന്ന പോലത്തെ ഒരു സംഘടന ഉണ്ടായി, ABVP SFI ആയിട്ട്. അന്ന് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ആശയമായിരുന്നു, നമുക്കിത് റീക്രിയേറ്റ് ചെയ്യണമെന്ന്. അപ്പം നമ്മുടെ സെക്രട്ടറിയായ ബിജു അദ്ദേഹം പറഞ്ഞു, ഓക്കെ, നമുക്കിത് എന്തായാലും അടുത്ത പ്രാവശ്യം നമുക്കൊരു വേറിട്ട ഒരു പ്രോഗ്രാമാക്കി പ്രവാസ ലോകത്തിൽ അവതരിപ്പിക്കാമെന്ന് പറഞ്ഞു. അത് വളരെയധികം ഒരു ഹിറ്റായി മാറിയ ഒരു ഓണമായിരുന്നു. അങ്ങനെ ഇപ്രാവശ്യവും നമ്മൾ അതിൽ ഗംഭീരമായിട്ട് നമ്മൾ കൊണ്ടുവരികയാണ്. ഇപ്രാവശ്യം ഇലക്ഷൻ ഉണ്ടാവും. നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന കോളേജ് ബസ്സും ബസ്സുകളുമൊക്കെ അടിച്ചു തകർക്കുന്ന ഉള്ള രീതിയിൽ ഒരു പ്രോഗ്രാം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതെല്ലാം നേരിട്ട് കാണാൻ വേണ്ടി നിങ്ങളെല്ലാവരും 9 അവിടെ വരണം. താങ്ക് യു. അക്കാഫ് ക്യാമ്പസ് ബീറ്റ്സിന്റെ ജനറൽ കൺവീനർ മിസ്റ്റർ ഷാജൻ. കലാലയത്തിൻ്റെ ഓർമ്മത്തുടിപ്പുകളുടെ ആഘോഷമാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ ഒരു നിമിഷം കണ്ണടച്ച് നിങ്ങളുടെ ക്യാമ്പസ് ഓർമ്മകളെപ്പറ്റി ചിന്തിക്കുമ്പോൾ അത് വിരഹമായിക്കോട്ടെ, ദുഃഖമായിക്കോട്ടെ, സൗഹൃദമായിക്കോട്ടെ, സന്തോഷമായിക്കോട്ടെ, അതെല്ലാം തന്നെ നിങ്ങൾക്ക് നവംബർ 9 എത്തിസലാത്ത് അക്കാദമിയിൽ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ടാകും. എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് താങ്ക് യു. UAE-യിലെ പ്രമുഖ വ്യവസായിയും നമ്മുടെ അക്കാഫ് ക്യാമ്പസിലെ ഒരു സുന്ദരനും സുമുഖനുമായ നമ്മുടെ UAE-യിലെ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമായ ജോയിന്റ് ട്രഷററായ ഫിറോസ് അബ്ദുള്ളയാണ് നമ്മൾ അടുത്ത് ചോദിക്കാൻ പോകുന്നത്. അതെപ്പോഴും അങ്ങനെയാണല്ലോ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഓർമ്മകൾ. അത് എനിക്കാവട്ടെ 60കളിൽ പഠിച്ച ചേട്ടന്മാരൊക്കെ ആയാലും ഇന്നലെ പഠിച്ചിറങ്ങിയ കുട്ടികൾക്കായാലും അതെപ്പോഴും നമ്മുടെ ക്യാമ്പസ് ഓർമ്മകളായിരിക്കും. ആ ഓർമ്മകളെയൊക്കെ പൊടിതട്ടിയെടുക്കാനും ആ ഓർമ്മകളിലൂടെ ഒരു ദിവസം ജീവിക്കാനുമുള്ള ഒരു അവസരമാണ് അക്കാഫ് ഇവൻസ് നവംബർ 9 എത്തിസലാത്ത് അക്കാദമിയിൽ ഒരുക്കിയിരിക്കുന്നത്. നമ്മുടെ ക്യാമ്പസിൽ
നമുക്ക് നഷ്ടപ്പെട്ട എല്ലാ ഓർമ്മകളും തിരിച്ചെടുക്കാനായി നിങ്ങളേവരെയും നവംബർ 9-ന് ഇത്തിസലാത്ത് അക്കാദമിയിലേക്ക് ക്ഷണിക്കുന്നു. വരണം, പങ്കെടുക്കണം, ആസ്വദിക്കണം. എല്ലാ ക്ലാസ്സുകളിലും അല്പം വികൃതി കൂടിയൊരു കുട്ടിയാണോ അല്ലേ? അപ്പോൾ അതുപോലെ നമ്മുടെ ഈ അക്കാഫ് ക്യാമ്പസിൽ എനിക്ക് തോന്നുന്നു അല്പം ഓടിച്ചാടി കുരുത്തക്കേടൊക്കെ കൂടുതലുള്ള ഒരു കുട്ടിയാണെന്ന് തോന്നുന്നു. UAE-യിലെ പ്രമുഖ ബിസിനസ്സുകാരനാണ് നമ്മുടെ അക്കാഫിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയാണ് ഷക്കീർ ഹുസൈൻ. പ്രിയപ്പെട്ടവരെ നമസ്കാരം. അക്കാഫ് എന്നാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ 0 കിലോമീറ്റർ എന്നുള്ള ഞങ്ങൾ പറയുന്നത്. നമ്മളെല്ലാം കോളേജ് കാലഘട്ടത്തിൽ D-സോൺ, ഇൻ്റർസോൺ മത്സരങ്ങളിലെല്ലാം പങ്കെടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് വിവിധ കോളേജുകളിൽ പോയിട്ടുണ്ട്, യൂണിവേഴ്സിറ്റികളിൽ പോയിട്ടുണ്ട്. അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റിയാണ് അക്കാഫ് നവംബർ 9 നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത്. നിങ്ങൾ ആ യൂണിവേഴ്സിറ്റിക്ക് വരിക, അക്കാഫ് എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി ക്യാമ്പസിലേക്ക് വരിക. അവിടെ നടക്കുന്ന ഓരോ പരിപാടിയും നിങ്ങളുടെ പഴയ കലാലയ ജീവിതത്തിലേക്ക് നിങ്ങളെ തിരിച്ചു കൊണ്ടുപോകും എന്ന് ഞങ്ങൾക്ക് ഉറപ്പ് തരാം. ഞങ്ങൾ വളരെ സന്തോഷത്തോടുകൂടി നിങ്ങളെ നവംബർ 9 ഇത്തിസലാത്ത് അക്കാദമിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. താങ്ക് യു സോ മച്ച്. അക്കാഫുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയ പേജുകളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടു പരിചയമുള്ള ഒരു മുഖമാണ് ഈ മുഖം. ജോയിന്റ് ട്രഷററായ ഷിബു മുഹമ്മദ്. നമസ്കാരം. UAE-യിൽ നമ്മൾ പല രീതിയിലുള്ള ആഘോഷങ്ങൾ നമ്മൾ പങ്കെടുക്കുകയും നമ്മൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് വേറിട്ട ഒരു ആഘോഷമാണ് നമ്മുടെ അക്കാഫ് നടത്തിക്കൊണ്ടിരിക്കുന്ന കോളേജ് ക്യാമ്പസ് ബീറ്റ്സ് എന്നുള്ളത്. നമ്മുടെ പഴയകാല ഓർമ്മകളെ എല്ലാം ചികഞ്ഞെടുത്ത് കൊണ്ടുവന്ന് നമ്മുടെ കോളേജ് UAE-യിൽ പ്രവാസ ജീവിതത്തിൽ നമുക്ക് ആഘോഷിക്കാൻ പറ്റുന്ന ഒരു അവസരം ഒരുക്കി തരുന്ന ഈ അക്കാഫ് ഇത് നവംബർ 9-ന് ഇത്തിസലാത്ത് അക്കാദമിയിൽ നമ്മൾ അണിഞ്ഞൊരുക്കുകയാണ്. അതിൽ എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് നന്ദി, നമസ്കാരം. അക്കാഫിന്റെ മിടുമിടുക്കനായ ചുറുചുറുക്കുള്ള നമ്മുടെ ജോയിന്റ് സെക്രട്ടറി രഞ്ജിത്ത് കോടോൻ. എല്ലാവർക്കും നമസ്കാരം. നേരത്തെ കണ്ട ഈ പുഞ്ചിരികളാണ് എപ്പോഴും അക്കാഫിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാസർഗോഡ് കോളേജിൽ മഞ്ചേശ്വരം എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഗോവിന്ദപ്പൈ കോളേജിൽ നിന്നാണെങ്കിൽ ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി തിരുവനന്തപുരക്കാരനായ MG കോളേജിലെ ആളാണ്. അതേപോലെ തന്നെ ഞങ്ങളുടെ പ്രസിഡന്റ് എറണാകുളത്ത് കോഴഞ്ചേരിയിലുള്ള കോളേജിൽ നിന്ന് പഠിച്ച ആളാണ്. ഞങ്ങളുടെ ചീഫ് പാട്രൺ ആലപ്പുഴയിൽ നിന്ന് പഠിച്ച ആളാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ സെക്രട്ടറി അതേപോലെ തന്നെ വടകര കോഴിക്കോട് നിന്നാണ്. ട്രഷറർ തിരുവനന്തപുരത്ത് നിന്നാണ്. ഒരു പക്ഷേ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ 14 ജില്ലകളുടെ ഒരു പതിപ്പായി, ഒരു സമ്പന്നമായ ഒരു കലാലയ കൂട്ടമായി ഈ അക്കാഫ് എന്ന് പറയുന്നത് 27 വർഷം ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം പറയുന്നു, ഈ ക്യാമ്പസ് സ്പീച്ച് എന്ന് പറയുന്നത് വരും കാലങ്ങളിൽ UAE-യിൽ തരംഗമാകാൻ പോകുന്ന ഒരു പരിപാടിയാണ്. കാരണം നമ്മൾ എപ്പോഴും പറയാറുണ്ട്, പഴയ ഏറ്റവും കൂടുതൽ നമ്മളെ ഓർമ്മിപ്പിക്കാറും നമ്മളെ എന്നും നല്ല ഓർമ്മകൾ ഉണ്ടാവാറുള്ളത് നമ്മുടെ സ്കൂളുകളിലോ നമ്മൾ പഠിച്ച +2കളിലോ ഒന്നുമല്ല, നമ്മുടെ കലാലയത്തിലെ ഓർമ്മകൾ തന്നെയാണ്. ഒരുപക്ഷെ ചെറിയൊരു പുഞ്ചിരികളെല്ലാം പലരുടെയും മുഖത്ത് വരുന്നുണ്ടെങ്കിൽ ഈ കലാലയത്തിന്റെ ഓർമ്മകൾ ഈ UAE-യിൽ അയവിറക്കുമ്പോൾ ഞങ്ങൾ ഏറ്റവും സന്തോഷിക്കുന്നത് ഇവിടുത്തെ ദൃശ്യമാധ്യമങ്ങളൊക്കെ ഞങ്ങൾക്ക് തന്ന ഒരു സ്നേഹമാണ്. ഈ അവസരത്തിൽ അവരോടുള്ള നന്ദി കൂടി അറിയിച്ചുകൊണ്ട് നവംബർ 9 നിങ്ങൾ കാണാൻ പോകുന്നത് കേരളത്തിന് പുറത്ത് നടക്കുന്ന ഏറ്റവും വലിയ ക്യാമ്പസിന്റെ ഒരു ഉത്സവമാണ്. അതിന് നിങ്ങൾ എല്ലാവരും ഇത്തിസലാത്ത് അക്കാദമിയിലേക്ക് എത്തിച്ചേരുമെന്ന് മാത്രം അറിയിച്ചോളൂ. അക്കാഫിന്റെ വൈസ് പ്രസിഡന്റും UAE-യിലെ പ്രമുഖ അഭിഭാഷകനുമായ ഹാഷിഖ്. ഒരു മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും സുവർണമായ കാലഘട്ടം എന്ന് പറയുന്നത് അവൻ്റെ വിദ്യാർത്ഥി കാലഘട്ടമാണ്. അവൻ്റെ എല്ലാ പ്രസരിപ്പും തുടിപ്പും അവൻ്റെ ഓർമ്മകൾ എന്നും എത്ര പ്രായമായാലും ഓർമ്മയിൽ നിൽക്കുന്ന കാലഘട്ടം അക്കാഫിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കോളേജ് ജീവിതമാണ്. ആ കോളേജ് ജീവിതം ഇവിടെ വീണ്ടും റീക്രിയേറ്റ് ചെയ്തുകൊണ്ട് പ്രവാസ ഭൂമികയിലുള്ള ലോകത്തിൽ തന്നെ മാതൃക കാട്ടിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് അക്കാഫ് ഇവൻറ്റ്. ഇത് 2ാം പ്രാവശ്യമാണ് ഇവിടെ അത് അരങ്ങേറാൻ പോകുന്നത്. നവംബർ 9-ന് കോളേജിൽ പഠിച്ചവർക്കും കോളേജിൽ പഠിക്കാൻ ആഗ്രഹിച്ചവർക്കും കോളേജ് കണ്ട് ഒരിക്കൽ പോലും അതിനുള്ളിൽ കടക്കാൻ സാധിക്കാത്തവർക്കും അവർക്കൊക്കെ അവസരം കൊടുക്കുന്ന രീതിയിൽ പ്രവാസ ഭൂമികയിൽ 10, 20, 25,000 ആളുകളല്ല 30,000-ൽ പരം ആളുകളെ ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊണ്ട് ആ പഴയ കോളേജ്, പഴയ ബസ് സ്റ്റോപ്പ്, പഴയ ആ രാഷ്ട്രീയ കലാപങ്ങളെ, ആ മുദ്രാവാക്യം, ആ ക്യാൻറ്റീൻ, ആ ക്ലാസ് മുറി, ആ പ്രണയം എല്ലാം സൃഷ്ടിക്കുന്ന ഒരു വലിയ കലാകാരന്മാരുടെ കൂട്ടായ്മയായിട്ട് തന്നെയാണ്
അക്കാഫ് മുന്നോട്ട് പോകുന്നത്. നിങ്ങളെല്ലാവരെയും ഈ നവംബർ 9 വേണ്ടി സ്വാഗതം ചെയ്യുമ്പോൾ ഞങ്ങൾ ഇതുവരെ പ്രഖ്യാപിക്കാത്ത ഒരുപാട് മഹത് വ്യക്തികൾ ഞങ്ങളുടെ കൂടെ വരും. നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പ്രവാസ ഭൂമികയിൽ ചരിത്രം സൃഷ്ടിക്കാൻ പോകുന്ന നവംബർ 9 പ്രവാസ ലോകത്തെ മുഴുവൻ ആളുകളെയും അക്കാഫ് ഇവന്റ്സ് സ്വാഗതം ചെയ്യുന്നു. UAE മണ്ണിൽ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് അക്കാഫ് ക്യാമ്പസ് ബീറ്റ്സ് 2025 നവംബർ 9